കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഇരിങ്ങാലക്കുടയിൽ നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിലേക്കാണ് പോകുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എബ്രായർ 13:8 പറയുന്നു, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ. കർത്താവ് അന്ന് സ്നേഹമായിരുന്നെങ്കിൽ ഇന്നും അതേ സ്നേഹമാണ് കർത്താവിൽ നിന്ന് നമ്മളിലേക്ക് വരുന്നത്. അന്ന് അവിടെ സംസാരിച്ച ദൈവവചനവും കൂടാതെ വചന ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മൾ അന്ന് കേട്ട ചില അത്ഭുത സാക്ഷ്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. നമുക്ക് വചനത്തിലേക്കും സാക്ഷ്യത്തിലേക്കും പോകാം. ലേഖനം 13:8 നമ്മളിങ്ങനെ വായിക്കുന്നു, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. He is the same yesterday, today and forever. അവനൊരു മാറ്റവും വന്നിട്ടില്ല. 2000 വർഷം മുമ്പ് ആ ദൈവം തമ്പുരാൻ ജഡത്തിൽ ഇവിടെ വന്നു. ദൈവം ജഡത്തിൽ വസിക്കുന്നവനല്ല, ദൈവം ആത്മാവ് അരൂപിയ. പക്ഷേ മനുഷ്യരായ നമുക്ക് തൊടുവാൻ, അടുത്തറിയുവാൻ, അവനെ തിരിച്ചറിയുവാൻ, മനുഷ്യർക്ക് മനസ്സിലാകുന്ന നിലയിൽ അവിടുന്ന് ജഡത്തിൽ ഇവിടെ പാർത്തു. നമ്മളതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1 ഇങ്ങനെ വായിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിലേ അവനുണ്ടായിരുന്നു, അവൻ ഭൂമിയുടെ സൃഷ്ടിക്ക് മുമ്പേ ഉണ്ടായിരുന്നു, സകലം അവൻ മുഖേന ഉളവായത്, അവൻ ദൈവമായിരുന്നു. യോഹന്നാൻ 1 ആദ്യമായി ഞാൻ പറഞ്ഞ അതിൻ്റെ 14-ാം വാക്യം പറയുന്നു, ആ വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. ആ ദൈവം തമ്പുരാൻ ജഡരൂപത്തിൽ നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് യേശു. രോഗികളെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. അവൻ വേദനയുള്ളവരുടെ വേദനകൾ ഏറ്റെടുത്തു. അവൻ പാപികളെ ശിക്ഷിക്കുകയല്ല ചെയ്തത്, മറിച്ച് പാപികളുടെ ശിക്ഷ സ്വയം ഏറ്റെടുത്തുകൊണ്ട് അവരെ വിടുവിച്ചു. വിശക്കുന്നവർക്ക് അവൻ അപ്പമേകി, അവൻ കണ്ണുനീർ തുടച്ചു. അവൻ ആരെയും തള്ളിക്കളഞ്ഞില്ല. പാപിയാണെന്നോ കൊള്ളരുതാത്തവനാണെന്നോ ഒന്നും പറഞ്ഞാരെയും തള്ളിക്കളഞ്ഞില്ല. സമൂഹം മാറ്റി നിർത്തിയ കുഷ്ഠരോഗിയെയും, സമൂഹം അസ്പർശ്യത കൽപ്പിച്ച രക്തസ്രവമുള്ളവളെയും കർത്താവ് സ്നേഹിച്ചു, അവരെ തൊട്ടു, അവരെ വിടുവിച്ചു. എല്ലാവരാലും തള്ളപ്പെട്ടവരെ 2 കരവും നീട്ടി യേശു സ്വീകരിച്ചു. പക്ഷെ യേശു മരണത്തോടെ മറഞ്ഞില്ല. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശു പറഞ്ഞു, ഈ ഉയർപ്പിന്റെ വചനം ലോകത്തിന്റെ അറ്റത്തോളം എവിടൊക്കെ പ്രസംഗിക്കപ്പെടുമോ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. He is the same. He is the same. അവന് മാറ്റം വന്നിട്ടില്ല. അന്നവൻ രോഗിയെ സൗഖ്യമാക്കിയെങ്കിൽ ഇന്നും രോഗിയെ സൗഖ്യമാക്കും. അന്നവൻ മനം തകർന്നവരെ വിടുവിച്ചെങ്കിൽ ഇന്നും അവൻ മനം തകർന്നവരെ വിടുവിക്കും. അന്നവൻ എല്ലാവരും വെറുത്തവരെ സ്നേഹിച്ചെങ്കിൽ ഇന്നും അവൻ സ്നേഹിക്കും. അന്നവൻ മരിച്ചവരെ ഉയർപ്പിച്ചെങ്കിൽ ഇന്നും അവൻ മരിച്ചവരെ ഉയർപ്പിക്കും. അന്നവൻ തകർന്നവരെ വിടുവിച്ചെങ്കിൽ ഇന്നും അവൻ തകർന്നവരെ വിടുവിക്കും. അന്നവൻ ശൂന്യമായ കൽപാത്രങ്ങളെ നിറച്ചെങ്കിൽ, അന്നവൻ ശൂന്യമായ പത്രോസിന്റെ പടകിനെ നിറച്ചെങ്കിൽ ഇന്നും നിറയ്ക്കും. അവനിവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ ഉയർത്താനുള്ള സ്വർഗീയ വിരുന്നിനെ അല്ല, അതിൻ്റെ പ്രസംഗകരെ അല്ല. കാരണം ഈ ലോകത്തിൽ ജനിച്ച് നമ്മളെല്ലാവരും കല്ലറയിൽ അടങ്ങും. എന്നാൽ കല്ലറയ്ക്ക് പോലും ഒതുങ്ങാതെ ഉയർത്തൊരുവനുണ്ട്. അതാണ് യേശു. ആ യേശുവിനെ ഉയർത്തി ഞാൻ കാണിക്കട്ടെ. ഇന്ന് അവനിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിച്ചു പോകത്തില്ല. ഞാനീ പറഞ്ഞത് എത്രയേ ഉള്ളൂ, അവൻ മാറാത്തവൻ.
മാറ്റം വന്നിട്ടില്ല. എല്ലാവരും മാറും, പക്ഷെ അവൻ മാറത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ മൺ മാറും, വിൺ മാറും, മർത്യരെല്ലാം മാറിപ്പോകും, യേശു മാത്രം വാക്ക് മാറത്തില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞവർ ചിലപ്പോൾ വാക്ക് മാറും. നമുക്ക് എല്ലാം തന്നേക്കാമെന്ന് പറഞ്ഞവർ സമയമാകുമ്പോൾ വാക്ക് മാറും. ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാമെന്ന് പറഞ്ഞ പലരും വാക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ വാക്ക് മാറാത്ത ഒരു നല്ല കർത്താവ് ഉള്ളത് കൊണ്ട് അവന്റെ സ്വഭാവം മാറുകയില്ലെന്ന് മാത്രമല്ല, അവൻ പറഞ്ഞ വാഗ്ദത്തം മാറത്തില്ല. സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കും. ഒന്ന് വിശ്വസിച്ച് നിന്നാ മതി. ഇടയ്ക്കിട്ടേ ചോടരുത്. ഇതുവരെ നടന്നില്ലല്ലോ, നടക്കുവോ ഇല്ലയോ എന്നും പറഞ്ഞ് ഓടരുത്. വാക്ക് പറഞ്ഞോ മാറത്തില്ല. എന്റെ യേശു വാക്കു മാറാത്തോ, എന്റെ യേശു വാക്കു മാറാത്തോ, എന്റെ യേശു വാക്കു മാറാത്തോ, എന്റെ യേശു വാക്കു മാറാത്തോ. ഈ മൺമാറും പിന്മാറും മധ്യരെല്ലാം വാക്കുമാറും, എന്റെ യേശു വാക്കു മാറാത്തോ. ഈ മൺമാറും പിന്മാറും മധ്യരെല്ലാം വാക്കുമാറും, എന്റെ യേശു വാക്കു മാറാത്തോ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് കർത്താവ് ഇന്നിവിടെ തെളിയിക്കും. യേശു പറഞ്ഞ വാക്ക് മാറത്തില്ല, ഈ വചനത്തിലുള്ള എന്നോടുള്ള വാഗ്ദത്തം മാറില്ല എന്ന് പറഞ്ഞൊരാൾ വിശ്വസിച്ചാൽ കർത്താവ് അത് നിവർത്തിച്ചിരിക്കും. കരങ്ങൾ തട്ടി വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കും. അതെ, യേശുക്രിസ്തുവിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതേ കർത്താവ് നമ്മുടെ സമീപമുണ്ട്. അന്ന് ഇരിഞ്ഞാലക്കുടയിൽ കേട്ട ചില അത്ഭുത സാക്ഷ്യങ്ങളാണ് നമ്മൾ തുടർന്ന് കേൾക്കാൻ പോകുന്നത്. ഇത് വളരെ ശ്രദ്ധ വെക്കണം. ഞാൻ വിശ്വസിക്കുന്ന ഇന്ന് കേൾക്കുന്ന ആ സാക്ഷ്യങ്ങളിൽ അതേ രോഗ പ്രയാസങ്ങൾ, ആ സമാനമായ വിഷയങ്ങൾക്ക് ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിടുതലാവും. പ്രാർത്ഥനയോടെ സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഇതൊരു അത്ഭുത സൗഖ്യമാണ്. ഈ സിസ്റ്റർക്ക് ബ്ലഡ് ഷുഗർ ഒക്കെ കൂടി കിഡ്നി ഫെയിലിയറായി ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞതാ. എന്ത് സംഭവിച്ചതാ? ഇത് ഷുഗർ വന്നിട്ട് മരുന്ന് കഴിച്ചിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വയ്യാണ്ട് വരുമ്പോൾ ഷുഗറിൻ്റെ എന്ന് പറഞ്ഞ് നടന്നു. എന്നിട്ട് പിന്നെ ഈ ബൈപ്പാസ് ചെയ്തു. ഇപ്പോൾ 2 മാസം മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ കിഡ്നി പോയി എന്ന് പറഞ്ഞു. കിഡ്നി പോയി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മീറ്റിങ്ങിന് വന്നു. എവിടെ? തൃശ്ശൂർ നമ്മുടെ മീറ്റിങ്ങിന് വന്നു, പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം പോയി ടെസ്റ്റ് ചെയ്തു, ഷുഗർ 95. മീറ്റിങ്ങിന് എന്നാ വന്നേ? മീറ്റിങ്ങിന് ആഗസ്റ്റിലാണ് വന്നത്. എന്നിട്ട് പിന്നെ അവിടെ വന്ന് പ്രാർത്ഥിച്ചോ? അവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ എല്ലാ ആഴ്ചയും മരുന്നുണ്ട് അവിടെ. പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥിച്ച ശേഷമാണോ പോയി ചെക്ക് ചെയ്തേ? അതാ ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ളോ, 2 ആഴ്ചയായിട്ടുള്ളോ പോയി ചെക്ക് ചെയ്തിട്ട് 2 ആഴ്ചയുള്ളൂ. ചെക്ക് ചെയ്തപ്പോൾ ഷുഗർ 95 ഉള്ളൂ. ക്രിയാറ്റിൻ്റെ ലെവൽ വളരെ കുറഞ്ഞപ്പം ഡോക്ടർ സംശയം ചോദിച്ചു, ഇത് നിങ്ങളുടെ റിപ്പോർട്ട് തന്നെ ആണോ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഡോക്ടർ എവിടുത്തെ ഡോക്ടർ? എറണാകുളം ദൂർദാശുപത്രിയിൽ. അമ്മയാണോ? അമ്മ ബൈപ്പാസ് കഴിഞ്ഞിരുന്നു. എൻ്റെ കൂടെ തന്നെയാണ് ആളെ. അമ്മയ്ക്ക് 400 ഷുഗറിൽ കുറയില്ല. വർഷങ്ങളായി 29 വർഷമായി ഗുളിക കഴിക്കുന്നത്. 29 വർഷമായി ഗുളിക കഴിക്കുന്നു. 400-ൽ കുറയാത്ത ആള് പോയി ചെക്ക് ചെയ്തപ്പം 95. അത് അത്ഭുതമാണ്. വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്ന് ഇത്രയും കുറഞ്ഞു. അതുപോലെ ക്രിയാറ്റിന്റെ അളവൊക്കെ വളരെ കുറഞ്ഞു. യൂറിൻ കറക്റ്റ് പോയി എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ പ്രശ്നം വളരെ കുറഞ്ഞു. എത്ര 9 വരെ എത്തിയതാണ്. അപ്പൊ കുറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു എനിക്ക് റിസൾട്ട് വിശ്വസിക്കാൻ കഴിയില്ല, ഒന്നും കൂടി ടെസ്റ്റ് നടത്തുന്നു പറഞ്ഞു. ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ഞങ്ങൾ ചെയ്തില്ല. അപ്പൊ അത് ഇവിടെ ചെയ്തോടത്ത് തന്നെയാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ വെള്ളം നല്ലോണം കുടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം കിഡ്നി പ്രോബ്ലം ഉണ്ടായി. ഇപ്പൊ ഒരു കുഴപ്പമില്ല, എല്ലാ ഭക്ഷണവും കഴിക്കാം, ഷുഗർ ഇല്ല, ആള് നോർമലായി. യേശുവിന്റെ അത്ഭുതത്തിനായി. ഇത് വലിയ അത്ഭുത കർത്താവ് ചെയ്ത, വലിയ അത്ഭുത അമ്മയ്ക്ക് കർത്താവ് ചെയ്ത. എല്ലാവരും ഒന്ന് കരമടിച്ച് കർത്താവിനെ ശ്രദ്ധിച്ചു. ആരുടെയോ ചെവി തുറന്നിട്ടുണ്ട്.
ആരുടെ ആ ചെവി ഇപ്പോൾ തന്നെ സൗഖ്യമായത്? ഒന്ന് കൈവീശി കാണിക്കാമോ? ചെവി ആർക്കോ തുറന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ ചെവി സൗഖ്യമായത് ആരാ? കൈ ഒന്ന് വീശി കാണിക്കാമോ? മോനാണോ? കർത്താവ് എന്നോട് പറഞ്ഞു ആ മോൻ കരയുന്നുണ്ട്. എന്തോ സംഭവിച്ച മോനെ? ചെവിയില് ദശ വന്നിട്ട് അടഞ്ഞിക്കായിരുന്നു. കേൾവിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ചെവിക്ക് കേൾവി കുറവായിരുന്നു. ആ, ഇപ്പൊ പ്രാർത്ഥിച്ചപ്പം മാറി, ചെവി തുറന്നു. ഈ മോന്റെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? വന്നേ. ഓ ജീസസ്, ഹല്ലേലൂയ രാജാവിന്, ഹല്ലേലൂയ യേശുവിന്, ഹല്ലേലൂയ കർത്താവിന്, ഹല്ലേലൂയ യേശുവിന്. എൻ്റെ മേമയുടെ മോനാണ്. മോന് ചെറുപ്പം മുതൽ മൂക്കിൽ ദശ വന്നിട്ട് എന്നും തുമ്മലും ജലദോഷമൊക്കെയാ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെവിക്ക് 4 മാസമായിട്ട് ചെവിയുടെ ഈ കേൾവി ശക്തി കുറവാണ്. അപ്പോൾ ഇന്ന് മോൻ വിശ്വാസത്താൽ വന്നു, കർത്താവ് തൊട്ടു സൗഖ്യമാക്കി, പൂർണ്ണമായിട്ട് മാറി. ഇപ്പൊ നല്ലപോലെ കേൾക്കാം, നല്ലപോലെ കേൾക്കാം. ചെക്ക് ചെയ്ത് പോയി നോക്കി, ചെക്ക് ചെയ്തു. മോനെ നല്ലപോലെ കേൾക്കാൻ പറ്റുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ രാജാവിന്, ഹല്ലേലൂയ യേശുവിന്, ഹല്ലേലൂയ കർത്താവിന്, ഹല്ലേലൂയ യേശുവിന്. തോമസ് ഒരു അത്ഭുത സാക്ഷ്യമാണ്. വാസ്തവത്തിൽ ഇന്ന് ഈ സഹോദരി ഇവിടെ മീറ്റിങ്ങിന് വേണ്ടി വന്നതല്ല. 2 ആഴ്ച മുമ്പ് ഡിസ്ക് തെറ്റി വല്ല പ്രയാസമായിട്ട് ഇന്ന് എക്സ്റേ എടുക്കാൻ വന്നതാ. അപ്പോൾ ഇവിടുന്ന് ഒരു സഹോദരി മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചതാ, അല്ലാതെ മീറ്റിങ്ങിന് വേണ്ടി വന്നതല്ല. ടൗണിൽ എക്സ്റേ എടുക്കാൻ വന്നപ്പോൾ ഒരാൾ വിളിച്ച് മീറ്റിങ്ങിന് കയറിയതാ. എന്തായിരുന്നു ഡിസ്കിന് സംഭവിച്ചേ? ഡിസ്ക് തെറ്റി. ആ, അപ്പോൾ കുനിയാൻ പറ്റിയിരുന്നില്ല. ആ. ഹോസ്പിറ്റലിൽ കിടക്കാൻ പറഞ്ഞിട്ട് കിടക്കാണ്ട് പോന്നതാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ വന്നപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ശേഷം ഇവിടെ നല്ലൊരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി വന്ന് ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ നല്ലോണം കരഞ്ഞ് ഉറക്കെ ഞാൻ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ എനിക്ക് കുനിയാൻ പറ്റുന്നുണ്ട്, വേദന നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഒന്ന് കുനിഞ്ഞ് കുനിഞ്ഞ്. എങ്ങനുണ്ട്? മാറി, വേദന മാറി. ഉവ്വ്. കുനിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞ തോമസ് കുട്ടി ബ്രദറെ, ഒരു അത്ഭുത രോഗസൗഖ്യം കർത്താവ് ചെയ്തിട്ടുണ്ട്. ഈ സഹോദരി കഴിഞ്ഞ 2 വർഷമായിട്ട് ഇൻഫ്ലമേറ്ററി പോളി ആർത്രൈറ്റിസ് എന്ന് പറയും അസുഖത്തിന് ജോയിന്റുകളിലെല്ലാം വേദനയായി. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു സിസ്റ്ററെ? എണീറ്റ് നടക്കാനൊന്നും പറ്റില്ല, ഭയങ്കര വേദന, ഏത് ഭാഗം തൊട്ടാലും വേദന, ഭയങ്കര നീര്. ഇതൊന്നും ആയിരുന്നില്ല, ശരീരം ഭയങ്കര വലുതായിരുന്നു. എത്ര നാളായിട്ട്? 2 വർഷമായിട്ട്. 2 വർഷം ജസ്റ്റ് ഒരു പനി വന്നതാ. പനി വന്ന് കൈ പൊക്കാൻ പറ്റാതെയായി. പിന്നെ ഓരോ ഭാഗങ്ങളായിട്ട് ഇതായി. അപ്പോൾ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ സന്ധിവാദം പോസിറ്റീവ്, ആമവാദം, രക്തവാദം, കൗണ്ടുകളാണെങ്കിൽ 16. അപ്പോൾ ദിവസം പനിയാണ്, 16,000 കൗണ്ടായപ്പോൾ. അങ്ങനെ 2 വർഷമായിട്ട് അമലയിൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അമലയിലത്തെ ഡോക്ടർമാർ പറഞ്ഞു, ഒരു ഡോക്ടർ റിട്ടയർ ചെയ്ത് വന്നതായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു മുട്ടിലത്തെ ഒരു പാടയും പൊട്ടി. ഈ അസുഖം 3 കൂടി വന്നപ്പോൾ മുട്ടിലൊരു പാടയും പൊട്ടിയിട്ടുണ്ട്, സ്കാനിങ്ങിൽ കണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു, എൻ്റെ മെഡിക്കൽ കോളേജ് ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പേഷ്യൻറ്റിനെ കാണുന്നത് പറഞ്ഞിട്ട് എന്നും സ്റ്റുഡൻസിനെ കൊണ്ടുവന്ന് എന്നെ കാണിക്കുമായിരുന്നു. സ്റ്റഡി ചെയ്യുമായിരുന്നു. കാരണം ആ ഡോക്ടറുടെ റിട്ടയർമെൻറ്റ്, മെഡിക്കൽ കോളേജിൽ റിട്ടയർമെൻറ്റ് ആയതാ. അവിടെ നിന്ന് പോലും ഇങ്ങനത്തെ ഒരു കേസ് കണ്ടിട്ടില്ല. തൻ്റെ ഹോൾ ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരു കേസ് കണ്ടിട്ടില്ല അല്ലേ? എൻ്റെ അസുഖം കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ താൻ അത്രയും നാൾ റിട്ടയർ ചെയ്യുന്നവരെ ജോലി ചെയ്തിട്ട് ഇതുപോലെ രോഗിയെ കണ്ടിട്ടില്ല. ഇപ്പോഴും അമലയിൽ ആൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആദ്യമായിട്ടാണ് അത് ഇത്ര ചെറുപ്പത്തിൽ അസുഖം വരുന്നത്. ഒരു 100 വയസ്സൊക്കെ ഉള്ള അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ മുട്ടിലത്തെ പാടൊക്കെ പൊട്ടുന്നു. എനിക്ക് ഇത്ര ചെറുപ്പത്തിൽ എന്താ സംഭവിച്ചതെന്നാണ് ഡോക്ടർക്ക്. എന്നിട്ട് അവരൊരു പരീക്ഷണം പോലെ എന്നും ഒരേ മരുന്ന് തരുമായിരുന്നു. പിന്നെ മുട്ടിൽ നിന്ന് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തെടുത്തുമായിരുന്നു. ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ആ നീരിനെ ഇങ്ങനെ വലിച്ച് കളയുക, അതായിരുന്നു ട്രീറ്റ്മെൻറ്റ്. ബ്രദറെ, എന്നിട്ട് എടുത്തു കൊണ്ടുവന്നതാ മീറ്റിങ്ങിന്. അന്ന് കർത്താനദാസൻ ബിജു ബ്രദറും സഹോദരൻ കുന്നംകുളത്തെ മീറ്റിങ്ങിന് കൊണ്ടുവന്നതാ. കുന്നംകുളത്ത് നമ്മുടെ മീറ്റിംഗ്. അങ്ങനെ മീറ്റിങ്ങിന് എടുത്തുകൊണ്ട് കൊണ്ടുവന്നതാ. എന്നാൽ കർത്താവ് അവിടെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ സഹോദരി താഴെ വീണു. എഴുന്നേറ്റപ്പോൾ വലിയൊരു ആശ്വാസം സഹോദരി ശരീരത്തിലുണ്ടായി. പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? അന്ന് ശരീരത്തിൽ കൂടെ എന്തോ വന്നു, ഞാൻ വീണപ്പോൾ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോൾ ബിജു ബ്രദർ അതെന്തായിരുന്നു സംഭവം? വീണു, എന്നിട്ട് വീണപ്പോൾ
എനിക്ക് കാണിച്ചു തന്നതെന്ന് വെച്ചാൽ എൻ്റെ മുട്ട് രണ്ടും ഇങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള 2 ഞരമ്പുകൾ ഇങ്ങനെ കൂടി കിടക്കുകയായിരുന്നു. അതിന് അത്രയും കാലം ഡോക്ടർമാർ അത് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ കർത്താവിൻ്റെ കാര്യങ്ങൾ കൊണ്ട് അതിങ്ങനെ നേരെയാക്കണതാണ് എനിക്ക് കാണിച്ചു തന്നത്. അതായിരുന്നു എനിക്ക് അതാ കാണിച്ചു തന്നത്. എൻ്റെ വീട്ടിൽ പോയിട്ടും എനിക്കത് കാണിച്ചു തന്നു. നീ എന്തുകൊണ്ട് ഈ സാക്ഷി അവിടെ പറഞ്ഞില്ല എന്ന് ചോദിക്കുകയും ചെയ്തു കർത്താവിനോട് വന്നിട്ട്. എനിക്ക് കാണുന്നത് അതാ. കാരണം കാല് നിലത്ത് കുത്താൻ പറ്റാത്ത വേദനയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ വേദന അതുപോലെ ഉണ്ടായിട്ടില്ല. ഈ സഹോദരി വിവാഹം കഴിഞ്ഞ് ഇവർക്ക് ഈ അസുഖം വന്നു. സഹോദരൻ മദ്രാസിൽ ജോലി ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി രാജിവെച്ച് ഈ സഹോദരിയെ ടോയ്ലറ്റിലേക്ക് എടുത്തു കൊണ്ടുപോകണം. അങ്ങനെയായിരുന്നോ ബ്രദറെ? എടുത്തോണ്ട് പോകായിരുന്നു. സ്റ്റെപ്പ് പോലും ഇറക്കാൻ പറ്റില്ലായിരുന്നു. പ്രാഥമിക ആവശ്യങ്ങൾ ചെയ്യാനായിട്ട് സഹോദരൻ എടുത്ത സഹോദരിയെ കൊണ്ടുപോയി ആയിരുന്നോ? ഇതുവരെ ഇന്നലെ വരെ അടക്കം ബാത്റൂമിലേക്ക് പോവുകയാണെങ്കിൽ കോളാമ്പിൽ ഒഴിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് കാലത്ത് വരെ അത് തന്നെയായിരുന്നു. ബ്രദറെ, ഇന്ന് ഈ മീറ്റിങ്ങിന് വരുമ്പോൾ മുട്ട് 2 നീരായിട്ട് വേദനയോടെ കാല് വേദനിച്ചുകൊണ്ടാണ് ഈ മീറ്റിങ്ങിന് വന്നത്. ഈ അന്നത്തെ പ്രാർത്ഥനയിൽ വിടുതൽ ആരംഭിച്ചു. ഇന്നും അത്ഭുതം നടന്നെന്നാ പറഞ്ഞു. അതെ, ഇന്ന് സൗഖ്യം ഉണ്ടായി. ബ്രദറെ, അങ്ങനെ മുട്ട് 2 മുട്ടിലും നീരായി വേദനയായിട്ട് വളരെ അവശതയിലാണ് സിസ്റ്റർ ഇവിടെ മീറ്റിങ്ങിന് കടന്നു വന്നത്. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ സഹോദരി പറഞ്ഞ എൻ്റെ 2 മുട്ടും ഫ്രീ ആയി, യേശുവിനെ സൗഖ്യമാക്കി. ബ്രദറെ, ഈ സഹോദരനെ ഞാൻ ഓർക്കുന്നു, കോട്ടയത്ത് സാക്ഷിയായിട്ട് സ്റ്റേജിൽ നിന്ന്. ഈ സഹോദരനെ 24 മണിക്കൂർ സമയമാണ് വെന്റിലേറ്ററിൽ. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് വിവരം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ വെന്റിലേറ്ററിൽ ഇട്ടതാണ്. കോട്ടയത്ത് സഹോദരൻ്റെ പെങ്ങൾ കോട്ടയത്തിൽ വിശ്വാസത്തിൽ വന്നു. വരുന്നതിൻ്റെ പേരിൽ ഇവരെല്ലാം വഴക്കായിരുന്നു. പക്ഷേ അവിടെ നിന്ന് സഹോദരി പ്രാർത്ഥിച്ചു. VBS സമയത്ത് വോളണ്ടറി ആയിട്ട് നിന്നു. എല്ലാ സാക്ഷി ഓർക്കുന്നു. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് വെന്റിലേറ്ററിൽ വിടുതൽ സംഭവിച്ച ആളാണ് ഇവിടെ നിൽക്കുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞ് എന്തേലും പറയാൻ പറ്റുമെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ച് എല്ല് മുഴുവൻ നുറങ്ങിപ്പോയി, മൂക്ക് മുറിഞ്ഞു പോയി, നാക്ക് മുറിഞ്ഞു പോയി. ഈ സഹോദരൻ്റെ വായ്ക്ക് അകത്തൂടെ കമ്പി വേറി ഈ തലയുടെ മുകളിൽ വരെ വന്നു. ആ അവസ്ഥയിലായിരുന്നു. അങ്ങനെ വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുമ്പോഴാണ്, ബോധമില്ലാതെ കിടക്കുമ്പോഴാണ് കോട്ടയത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സഹോദരന് ബോധം തെളിഞ്ഞത്. ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അല്ലേ? പ്രാർത്ഥന അവിടെ കോട്ടയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ വെച്ച് പറയുന്നു, ഇവിടെ ഒരു വന്നിരിക്കുന്ന സഹോദരിയുടെ സഹോദരൻ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ ഒരു ആക്സിഡൻ്റായിട്ട് കിടക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ട രീതിയിൽ കിടക്കുന്നു. അവരെ കർത്താവ് ജീവൻ തിരിച്ചു കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞ മാത്രയിൽ തന്നെ എൻ്റെ കയ്യും കാലും വണങ്ങി എന്നുള്ളതാണ് കർത്താവിൽ സാക്ഷ്യം. അത് മുതൽ എനിക്ക് ഞാൻ ഏതൊരു ഇതിനെ വെറുത്തു അല്ലെങ്കിൽ ഞാൻ മാറ്റിവെച്ചു എന്ന് പറയുന്ന നാമത്തിൽ എൻ്റെ അനുഭവം ഞാൻ ആദ്യമായിട്ട് എൻ്റെ പെങ്ങളോട് പറയുന്നു. കോട്ടയത്ത് നിന്നും തങ്കു ബ്രദർ എന്നെ കാണാൻ വന്നു, എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് രക്ഷ കിട്ടി. കണ്ടോ? അതായത് എനിക്ക് അനുഭവപ്പെടുന്നതാണ്. തങ്കു ബ്രദർ എന്നെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ കിടക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എനിക്കൊരു നന്ദി പറയണം. അത് നീ അവിടെ ചെന്ന് പറയണം. നന്ദി പറയാൻ ഈ ബ്രദർ വന്നിരുന്നു. അന്ന് ഇത്രയും സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ നാക്ക് അറ്റുപോയിട്ട് തൂങ്ങിക്കിടക്കുമായിരുന്നു. ഈ മോണയില്ലായിരുന്നു, ഇതെല്ലാം അറ്റുപോയതാണ്. മൂക്കില്ലായിരുന്നു, എല്ലാം പ്ലാസ്റ്റിക് സർജറിയാണ്. പക്ഷേ എൻ്റെ കർത്താവ് എനിക്ക് ജീവൻ തന്നത് മുതൽ ഞാൻ കർത്താവിൻ്റെ മകനായിട്ട് മാറി. അവിടെ മുതൽ ആർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യം എനിക്ക് പെട്ടെന്ന് അതായത് ഡോക്ടർമാർ പോലും വാ വിളിച്ച് നിൽക്കുകയാണ്, ഇത് എന്താ കുഞ്ഞേന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഞങ്ങളല്ല ഇത് ചെയ്യുന്നത്, ഇത് എന്തോ വേറെ ഏതോ ശക്തിയാണെന്ന് പറഞ്ഞ് ഡോക്ടർമാരങ്ങനെ പറഞ്ഞു. കാരണം വെച്ചാൽ ഞങ്ങൾ ചെയ്യാവുന്നതിൻ്റെ പരിമിതികളുണ്ട്. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് പെട്ടെന്ന് സ്റ്റിച്ചെടുക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് റൂമിലേക്ക് മാറ്റുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നു. അത് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സംസാരിക്കാൻ സാധിക്കാതിരുന്നിടത്തുനിന്ന് വോക്കൽ കോഡെന്ന് പറയുന്ന ഒരു അവയവം തീർച്ചയായിട്ടും അത് അനങ്ങാതിരിക്കുന്നതുകൊണ്ട് സൗണ്ട് വരുന്നിടത്ത് കാറ്റ് മാത്രം വന്നുകൊണ്ടിരുന്നയാൾ ഒരുവിധം സംസാരിക്കാൻ തുടങ്ങുന്നു. അവിടുന്ന് ഞാൻ കിടക്കുന്നിടത്തുനിന്ന് അനങ്ങാൻ പറ്റാതിരുന്ന ഞാൻ അവിടുന്ന് വീൽ ചെയറിലെത്തി. അടുത്ത 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ വരുന്നത് താങ്ങിപ്പിടിച്ചാണ് വന്നത്.
അങ്ങനെ വന്നിരുന്ന എൻ്റെ പെങ്ങൾ കയ്യെ പിടിച്ച് ഉയർത്തിയിട്ടായിരുന്നു അവിടെ കോട്ടയത്തെ സ്റ്റേജിൽ വന്ന് ഈ അനുഭവം പറഞ്ഞത്. പക്ഷേ ഇന്ന് എനിക്ക് കർത്താവ് ബസ്സിൽ ചാടിക്കയറി ഇവിടെ എത്തി എനിക്ക് ഈ അനുഭവം പറയാനുള്ള നാവിനും ശരീരത്തിനും ശക്തി തന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് ഇന്ന് ജീവനോടെ ഉണ്ട്. എന്താ അപകടം ഉണ്ടായി? ഞാൻ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എതിരെ വന്ന ഓട്ടോറിക്ഷ വന്ന് ഇടിക്കുകയായിരുന്നു സംഭവിച്ചത്. അതിനകത്ത് ഈ ബാക്ക് മിറർ ഇല്ലാത്തത് കൊണ്ട് ആ കമ്പി അതേപടി ഇരിപ്പുണ്ടായിരുന്നു. ബൈക്ക് ചെന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തലയൊന്ന് ഇടിച്ച് ഈ തലയിലെ ഹെൽമെറ്റ് പൊട്ടി ചെതറിപ്പോയി. വായ്ക്കകത്തൂടെ ആ കമ്പി കുത്തി കയറിയിട്ട് മേളിൽ കൂടെ ബ്രെയിൻ വഴി കയറിപ്പോയി. അതുകൊണ്ട് ആ ബ്രെയിൻ തലച്ചോറ് വഴി കയറിയുകൊണ്ട് ആ കയറിയ ഭാഗത്ത് ഡാമേജ് ആയിരുന്നു. എന്നാൽ കർത്താവ് അവിടെ എന്നെ സ്വീകരിച്ചത് മുതൽ ആ ഡാമേജ് ആയ ഭാഗം മാറ്റി ബാക്കിയുള്ള ഭാഗം ആ ജോലി തിരിച്ചെടുത്തത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചത്. അതുകൊണ്ട് ഉറച്ച് ഞാൻ പറയുന്നു, എൻ്റെ കർത്താവ് എന്നിൽ ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇവിടെ എത്താൻ സാധിച്ചത്. ഈ അനുഭവം എല്ലാവർക്കും കിട്ടുവാൻ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോട് പ്രാർത്ഥിക്കാൻ പോവാം. എല്ലാവരും ദിവസം എഴുന്നേറ്റാട്ട്. ഇന്ന് വിടുതലില്ലാത്ത അറ്റുപോയ അതേ നാക്കുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നതെന്നാണ് സഹോദരൻ പറയുന്നത്. നാക്ക് അറ്റുപോയിരുന്നതാണ്. നാക്കറ്റ് തൂങ്ങിക്കിടക്കുമായിരുന്നു. മുഖം തിരിച്ചറിയാൻ മേലാത്ത വിധം വീണ്ടും രണ്ടായിട്ട് പൊളിഞ്ഞു പോയിരുന്നതാണ്. എന്നാൽ ആ നാവ് കൊണ്ട് ഇന്ന് കർത്താവിൻ്റെ നാമം പറയാൻ സാധിച്ചാൽ അത് ഞാനല്ല പറയുന്നത്, എൻ്റെ കർത്താവാണ് പറയിപ്പിക്കുന്നത്. കർത്താവിൻ്റെ നാവ് എനിക്ക് വേണ്ടി തന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ജീസസ്. അത്ഭുത സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. ആ ബ്ലഡ് ഷുഗർ കൂടി കിഡ്നി അഫക്റ്റഡായ ആൾ എന്തൊരു വിടുതലാണ് കർത്താവ് ചെയ്തത്. ചെവിക്കുണ്ടായ വിടുതല, ദശ വളർന്നു വരുന്നത്, സൗഖ്യമായത്, ഇതൊക്കെ കേൾക്കുമ്പോഴോ നമുക്കൊന്നുകൂടെ വിശ്വാസം വർദ്ധിക്കുക. ഇതുപോലെ എനിക്ക് സംഭവിക്കും. അതാണ് വിശ്വാസം. കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഇന്ന് ഇത് കേട്ടപ്പോൾ തന്നെ വലിയൊരു പ്രതീക്ഷ, വലിയൊരു ധൈര്യം പലരിലും ഉണ്ടായിട്ടുണ്ട്. അത് തന്നതും കർത്താവാണ്. യേശു കർത്താവ് നമ്മുടെ സമീപമുണ്ട്. നമ്മളിന്ന് വചനത്തിൽ കേട്ടതുപോലെ മാറാത്ത, ഇന്നലെയും ഇന്നും എന്നും മാറ്റമില്ലാത്ത ആ കർത്താവ് അന്ന് സൗഖ്യമാക്കിയെങ്കിൽ ഇപ്പം നമ്മൾ കേട്ട ആ സാക്ഷ്യങ്ങളിലെ പ്രതിബന്ധങ്ങൾ സൗഖ്യമാക്കിയെങ്കിൽ അതും അതിൽ വലിയ സാക്ഷ്യങ്ങളും സൗഖ്യങ്ങളും ഇപ്പോൾ നടക്കാൻ പോവുക. നമ്മൾ വിശ്വാസത്താൽ ആ സ്വന്തം കരം രോഗമുള്ള ഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കണം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ലോകമൊക്കെ ഈ സന്ദേശം കേൾക്കുകയും ഈ അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്ത ഓരോരുത്തരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ രോഗങ്ങൾ ഓരോന്നും ഈ നിമിഷം സൗഖ്യമാകട്ടെ. കർത്താവെ, ആ ഓരോ നിൻ്റെ മക്കളും കരം വെച്ചിരിക്കുമ്പോൾ അങ്ങയുടെ അദൃശ്യമായ കരം ഇപ്പോൾ തന്നെ അവരുടെ മേൽ വരുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തൈറോയിഡ് മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ കരം വെച്ച് ഈ നിമിഷം തന്നെ സൗഖ്യമാകട്ടെ. ആ ശരീരത്തിൽ ഇടിച്ചു നുറുക്കുന്ന പോലുള്ള വേദനയാൽ പ്രശ്നങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആവർത്തിച്ച് വരുന്ന പനികൾ, ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വളരെ ഭയത്തിലിരിക്കുന്ന, പ്രയാസത്തിലിരിക്കുന്ന കാര്യങ്ങൾ കർത്താവെ തൃക്കരങ്ങൾ തരുമ്പോൾ ഇപ്പോൾ തന്നെ അങ്ങ് വാക്ക് മാറാത്ത കർത്താവാണ്. നിൻ്റെ മക്കളെ തൊട്ട് വിടുവിക്കുന്നതിനായി സ്തോത്രം. ഉണങ്ങാത്ത വ്രണങ്ങൾ വിടുതലാകട്ടെ, സൗഖ്യമാകട്ടെ. കരം വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. എല്ലാ പ്രതിബന്ധങ്ങളും മാറട്ടെ. കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് വിടുതൽ തന്നിട്ടുണ്ട്. ചില സൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ ഒരു കൈ ഉയർത്താൻ മേലായിരുന്നു, കൈ ഉയർത്തണം. മറ്റ് ചിലത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയുന്ന വേറെ ചില സൗഖ്യങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങളായിരിക്കും അറിയുന്നത്. നിങ്ങൾ വിശ്വസിച്ച് ആ അത്ഭുത വിടുതലുകൾ നമ്മുടെ പ്രയർ ടവറിൽ വിളിച്ചറിയിക്കണം. അടുത്ത സ്ഥലങ്ങളിൽ സാക്ഷ്യം പറയാനെത്തണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ കേട്ട എപ്പിസോഡിലെ സാക്ഷ്യങ്ങൾ, തുടർന്നുള്ള സാക്ഷ്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा
सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति। चरणों